അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല വേനൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ഉള്ളമൊക്കെ ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കറുത്ത മുന്തിരിങ്ങയാണ്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് അടിപൊളി ഒരു ജ്യൂസാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടല്ലോ കുറച്ച് നമ്മൾ പുതിനയിലയും പിന്നെ നമ്മൾ കൽക്കണ്ടമാണ് എടുത്തിരിക്കുന്നത്. മധുരത്തിന് നമ്മൾ സാധാരണ പഞ്ചസാരയല്ലേ, അപ്പൊ അതിന് പകരം നമ്മൾ കൽക്കണ്ടാണ്. ഇനി കൽക്കണ്ട ഇല്ലെങ്കിൽ പഞ്ചസാര എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറ് എടുക്കാം, ജ്യൂസിന്റെ ജാറ്. അതിലേക്ക് നമ്മുടെ ഈ മുന്തിരി ഐറ്റം എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കുരുവില്ലാത്ത മുന്തിരിയാണ്, അതെ, മൊത്തമാണെങ്കിലും കുരുവില്ലാത്ത ഐറ്റം സാധനം. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മുടെ പുതിന ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള നമ്മുടെ കൽക്കണ്ട. അപ്പൊ ഇത്ര സാധനം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. അതെ. അപ്പൊ അതായത് നമ്മളുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല തീപാർന്ന സാധനമാണ്. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തോട്ട് ഒരു അരക്കപ്പല്ല ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇന്ന് അരിച്ചെടുക്കാവേ. അപ്പൊ ആ ഒരു പ്രഷറൊന്നും വരാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ജ്യൂസ്. അപ്പൊ ഇതുണ്ടല്ലോ വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആ സാധനം കൂടെ ചെയ്തെടുക്കുക, എന്നിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പൊ ഈ വെള്ളത്തിന് പകരം വേണമെങ്കിൽ നമുക്ക് നല്ല തണുത്ത സോഡ ഒഴിക്കാന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അപ്പൊ ഇത് അരിച്ച് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മുടെ മുന്തിരിങ്ങയെല്ലാം മിക്സിയിൽ അടിച്ച് സെറ്റപ്പാക്കി ജ്യൂസാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അരിച്ചെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത നമ്മുടെ അത് തന്നെ താമര വിത്ത് അല്ല, ഇത് നമ്മുടെ കസ്കസ് എന്ത് വേണം പറയാം. അപ്പോൾ ഇനി നമുക്ക് തണുപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരു 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. തണുപ്പ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ജ്യൂസ് ഒക്കെ ആകുമ്പോഴേ സ്വല്പം തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗുമ്മുള്ളൂ. അപ്പൊ വേണം നമുക്കുണ്ടല്ലോ ഇതിനകത്ത് എന്താ പറയുക കുറച്ച് നമ്മുടെ കുരുമുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ അതെ നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ ആ ഒരു നിറമൊക്കെ കണ്ടോ, എന്താ ഭംഗിയല്ലേ. അടിപൊളി കളർ. നമ്മളിപ്പോ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായതുകൊണ്ട് കുരുമുളക് ഒന്നും ഇടുന്നില്ല, പ്ലെയിൻ ആയിട്ട് വളരെ ഈസി ആയിട്ട്. അപ്പൊ ഇതിന്റെ മേളിൽ നമ്മൾ കുറച്ച് നമ്മുടെ കസ്കസ് ഇട്ടിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമുക്ക് 2 പുതിനയുടെ ലീഫ് കൂടെ വെച്ചേക്കാം. അപ്പൊ എന്തായാലും കൊള്ളാം. ഈ ജ്യൂസൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം. പക്ഷെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കി ഇച്ചിരി കസ്കസ് ഇട്ട് നമ്മുടെ ഈ വേനൽക്കാലത്തെ എന്താ പറയുക ചൂടൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഇതൊന്ന് ചെയ്തു. അടിപൊളി സാധനമാണ്. ഇപ്പൊ കുരുവില്ലാത്ത ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, കറുത്തതാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ള സംഭവം. അപ്പൊ എന്തായാലും കൊള്ളാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടി. പിന്നെന്താ പറയുന്നത്, കാണുന്ന കൂട്ടുകാര് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അതെ. അപ്പൊ അത്രയൊക്കെ ഉള്ളു. അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും തൽക്കാലത്തേക്ക് Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.